പാർട്ടി നമ്മുടെ കേരളത്തിലേത് വളരെ ഒരു തുറന്ന ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനമുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായും ഈ പറഞ്ഞ പോലെ ഒരു വലിയ വിവാദം കേരളത്തിൽ നടക്കുന്നു. നടക്കുന്നത് അത് പൊളിറ്റിക്കൽ വിവാദമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അതിനോട് പ്രതികരിക്കാനും അതിന് ധാർമ്മികമായും അല്ലാത്തത് പൊളിറ്റിക്കലായിട്ടും ഒക്കെയുള്ള ബാധ്യത അവിടെ തീർച്ചയായിട്ടും ഉണ്ട് അതിൻ്റെ അകത്ത്. അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിനെ വേറെ തരത്തിലാണ് നിഷാദെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഷാഫിയെ ടാർഗറ്റ് ചെയ്യുന്നത്? ഷാഫിക്കുള്ളതുപോലെ തന്നെ ഉത്തരവാദിത്വം കോൺഗ്രസിലെ ഓരോരുത്തർക്കും വിട്ടിരിക്കുന്ന റജിൽ കുറ്റിക്ക് വരെ അതിൻ്റെ അകത്ത് ആ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഷാഫിക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. പക്ഷേ ഡിവൈഎഫ്ഐയും CPM-ഉം ഷാഫിയെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ കാരണം വളരെ വ്യക്തമാണ്. ഞാനുള്ള എല്ലാ പൊളിറ്റിക്കൽ ഡിഫറൻസും മാറ്റി വെച്ചോണ്ട് ഞാൻ പറയാം, എനിക്ക് ഷാഫിയെ വലിയ ഇഷ്ടമാണ്. കാര്യം ഒരു സീസൺഡ് പൊളിറ്റീഷ്യന്റെ ആ എല്ലാ ബോഡി ലാംഗ്വേജും അപ്രോച്ചുള്ള ഈ കോൺഗ്രസിന്റെ അകത്തെ അപൂർവം ആൾക്കാരിൽ ഒരാളാണ് ഷാഫി. ആ പ്രായത്തിന്റെ കവിഞ്ഞ ആ കാഴ്ചപ്പാടും അതിലെല്ലാം കറക്റ്റ്. അയാളുടെ അടിമുടി 100% ഭാവിയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് അയാൾ വളരെ കൃത്യമായിട്ട് പലപ്പോഴും തെളിയിക്കുന്നുണ്ട്. അത് സത്യത്തില് CPM-നും ഇവർക്കും ഭീഷണിയാണ്. എതിർപക്ഷത്തുള്ള തങ്ങളുടെ പ്രതിപക്ഷത്തുള്ള വളർന്നു വരുന്ന ഭാവിയുള്ള ചെറുപ്പക്കാരനായ ഒരു രാഷ്ട്രീയക്കാരൻ, കഴിവുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലാണ് CPM ഷാഫിയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെയും ഷാഫി സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വേറൊരു വാസ്തവം. അതാണ് അദ്ദേഹത്തിന്റെ ആ പൊളിറ്റിക്കൽ രാഷ്ട്രീയ മെയ്വഴക്കമാണത്. അതായത് തനിക്ക് നേരെ വരുന്ന ആക്രമണത്തിനെ പോലും തനിക്ക് അനുകൂലമാക്കി മാറ്റുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു പ്ലേറ്റ് മാറ്റിയത് CPM. ഞങ്ങൾ വഴി തടയാനൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ തടി തപ്പുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണത്. അതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. പിന്നെ മറുപടി പറയാൻ ബാധ്യസ്ഥമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഷാഫിക്ക് മാത്രമല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിയതിന്റെ ഉത്തരവാദിത്വം ഉള്ളത്, അദ്ദേഹത്തിനെ അവിടെ MLA ആക്കിയതും സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നതിന്റെ ഉത്തരവാദിത്വം ഉള്ളത്, അത് കംപ്ലീറ്റ് കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ സംവിധാനമല്ലേ അത് ചെയ്തത്. അപ്പൊ ആ പാർട്ടിക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പല പ്രാവശ്യം ഏറ്റവും കൂടുതൽ രാമലക്ഷ്മണന്മാരെ പോലെ ഒരുമിച്ച് നിന്നിരുന്നവർ, ജ്യേഷ്ഠാനുജന്മാരെ പോലെ കരുതിയിരുന്നവർ എന്ന് പല പ്രാവശ്യം ഇവർ പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഷാഫി പറമ്പിലിന് അതിൻ്റെ അകത്ത് കുറച്ച് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാവും എന്ന് കരുതാം എന്നുള്ളതല്ലാതെ അയാൾക്കാണ് അതിന്റെ ഓൺലി റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുന്നത്. അതിന്റെ കളി വേറെയാണ്.